ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ECDയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ആക്കി. ആൻഡ് സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സ്കിമാറ്റിക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ സ്കിമാറ്റിക് വരയ്ക്കും. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഇതിൻ്റെ PCB വരയ്ക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റിനകത്ത് ന്യൂ സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് എടുക്കുക. ഓക്കെ, ന്യൂ സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് എടുക്കണം, പ്രോ എടുക്കരുത്. ഓക്കെ, ന്യൂ സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് എടുക്കുക, ഒരു പേര് കൊടുക്കുക. ഓക്കെ, അപ്പം മൈ ഫസ്റ്റ് സ്കിമാറ്റിക് എന്നോ എന്തേലും, മൈ ഫസ്റ്റ് സ്കിമാറ്റിക് അങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷീറ്റിനകത്ത് നമുക്ക് ലാൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് സർക്യൂട്ട് ചെയ്താലും നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ സ്കിമാറ്റിക്കും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷീറ്റിൻ്റെ ടൈറ്റിലൊക്കെ എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് പ്രൊജക്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ രീതിയിൽ നമുക്കവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ കമ്പനി ഉണ്ടെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ ഡ്രോൺ ബൈ ആരാണോ, ഇപ്പോൾ നിങ്ങളുടെ പേരൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിളിന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകണം, സ്കിമാറ്റിക്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ടൂൾസ് പരിചയപ്പെടുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം. സോ അതിൽ മെയിനായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ കോമൺ ലൈബ്രറിയാണ്. കോമൺ ലൈബ്രറിക്ക് അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, അങ്ങനത്തെ കുറേ ഹെഡർ പിൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. LED. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ICs അല്ലെങ്കിൽ ഡയോഡ്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിലാണ് നമ്മൾ ഈ ഒരു ലൈബ്രറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. കുറച്ചും കൂടെ എന്താ പറയുന്നത് ഹൈ ലെവൽ കോമ്പണൻസ് ഒക്കെ കിട്ടുന്നത് ഇവിടെ ആയിരിക്കും, ബേസിക്സ് അല്ലാത്ത. ഓക്കെ, തൽക്കാലം നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കോമൺ ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ലൈബ്രറിക്ക് അത് നമുക്ക് ഇനി കുറച്ച് കോമ്പണൻസ് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാറ്ററിയും ഒരു LED യും ഒരു എന്താ പറയുന്നത് നമ്മുടെ റെസിസ്റ്ററും കൂടെ വെച്ചിട്ട് ഒരു ബേസിക് സർക്യൂട്ടാണ്. ഓക്കെ, ജസ്റ്റ് LED നമുക്ക് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനും വേണ്ടി. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിച്ചിന് വേണ്ടി നമ്മളൊരു പുഷ് ബട്ടൺ എടുക്കണം. ഓക്കെ, ഞാനിവിടെ പുഷ് ബട്ടൺ എടുക്കുകയാണ്. ഇതിൽ 6x6 എടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. 6x6 എന്ന് പറഞ്ഞൊരു പുഷ് ബട്ടൺ എടുക്കുക. ഓക്കെ, പുഷ് ബട്ടൺ എടുത്തു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ LED എടുക്കുക. ഓക്കെ, LED ഇവിടെ പ്ലേസ് ചെയ്യുക. ഇത് നമുക്ക് വേണ്ട റെസിസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കുറേ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ R ആക്സിയൽ, ഓക്കെ, R ആക്സിയലിനകത്ത് 0.5 എടുക്കുക. ഓക്കെ, ഇത് എന്തൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോക്ക് നമ്മൾ ഡിസ്കസ് ആക്കാം. തൽക്കാലം നിങ്ങൾ R ആക്സിയൽ എടുക്കുക, 0.5 സംഭവം എടുക്കുക. ഓക്കെ, നമ്മളിവിടെ പ്ലേസ് ചെയ്യും. ഇനി നമുക്ക് സ്ക്രൂ ടെർമിനൽ വേണം നമ്മുടെ ബാറ്ററിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ താഴോട്ട് പോകുമ്പോൾ CONN എന്ന് പറഞ്ഞ സംഭവം കാണാം, കണക്ടർ 2 പിൻ. ഓക്കെ, 5mm. ഓക്കെ, അപ്പോൾ അത് എടുത്ത് ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോമ്പണൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആയിരിക്കും നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ബാറ്ററി വഴി നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? സ്വിച്ചിലോട്ട് കൊടുക്കണം. സ്വിച്ച് വഴി ഇത് എങ്ങോട്ട് പോകും? സ്വിച്ച് വഴി നമ്മൾ റെസിസ്റ്റർ വഴി LED പോകും. അപ്പോൾ നമ്മൾ ഈ ടോർച്ചൊക്കെ ക്ലിക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടോർച്ച് ക്ലിക്ക് ചെയ്യുന്ന പോലെ നമുക്കൊരു എഫക്റ്റ് ആയിരിക്കും ഇവിടെ ആ ഒരു പുഷ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കുറച്ച് വേറെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന് നമുക്ക് വയറിംഗ് ടൂൾസ്, പിന്നെ നമ്മുടെ ഡ്രോയിങ് ടൂൾസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വയറിംഗ് ടൂൾസിനകത്ത് നമുക്ക് ഈ ഒരു വയറിംഗ് എടുക്കുമ്പോൾ, ഈ വയർ നിന്ന് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ആവും. ഓക്കെ, ഈ കോമ്പണൻസ് തമ്മിൽ.
പിന്നെ ബാക്കി കുറേ ഐക്കൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് പതുക്കെ മുന്നോട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ തൽക്കാലം നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, നമ്മൾ ബാറ്ററിക്കുള്ള സ്ക്രൂ ടെർമിനൽ ഇവിടെ കൊണ്ടുവച്ചേക്കാണ്. സ്പേസ് അമുക്കുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, സ്പേസ് അമുക്കുമ്പോൾ നമുക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ആയിട്ടൊക്കെ നമുക്കതിനെ കാണിക്കുന്നത്. അതായത് ബാറ്ററി നെഗറ്റീവ് നമ്മൾ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ ഗ്രൗണ്ട് എന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 9 വോൾട്ട് ബാറ്ററി ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 3.3 വോൾട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 വോൾട്ടോ, അത് നമ്മൾ ജനറലായിട്ട് VCC എന്ന് വിളിക്കും. ഓക്കെ, സോ ഇത് രണ്ടും എന്താന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു സ്കീമാറ്റിക് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമല്ലോ എവിടെ നിന്നാണ് വോൾട്ടേജ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് നമുക്ക് നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുന്നതെന്നൊക്കെ. കാരണം ഈ ഒരു സ്ക്രൂ ടെർമിനലിനകത്ത് 2 ടെർമിനൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നൊട്ടേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇതേ നൊട്ടേഷൻ ആയിരിക്കും നമ്മൾ PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത്. സോ മേക്ക് ഷുവർ നമ്മൾ ഈ ഒരു ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ പേര് നെറ്റ് ഫ്ലാഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഫ്ലാഗ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി ഏതാണ് നമ്മുടെ വോൾട്ടേജ് കയറുന്ന സ്ഥലം, അതായത് പോസിറ്റീവ് ഏതാണ്, പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഏതാണ്. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു വാരിയൻ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഇവിടെ എന്ത് കൊണ്ടുവയ്ക്കണം, VCC കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇത് നമുക്ക് വേണ്ടത് റെസിസ്റ്റർ വഴി ആയിരിക്കണം അതിൻ്റെ വോൾട്ടേജ് പോകേണ്ടത്. കാരണം റെസിസ്റ്ററിന് 5 വോൾട്ട് താഴെ കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയർ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നെഗറ്റീവ്, അതായത് LED മറ്റേ ഭാഗം നെഗറ്റീവിലോട്ട് കൊടുക്കുക ബാറ്ററിയുടെ. ഓക്കെ, അതെന്തായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് നമ്മളതിനെ വിളിക്കും. ഓക്കെ, അത് നമ്മൾ ഗ്രൗണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൗണ്ടായി, പോസിറ്റീവായി, നെഗറ്റീവായി. ഇവിടെ നമുക്ക് കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോ കണക്ട് ഫ്ലാഗ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. അതായത് ക്രോസ് ചെയ്യുക, അതായത് ഇവിടെ ഫ്ലാഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിനോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്കിതിനെ നോ ഫ്ലാഗ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇത്രയും നമുക്ക് എന്താ പറയുന്നത് സ്കീമാറ്റിക് വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സ്പേസ് നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്യുന്ന വിചാരിച്ചോ, അപ്പോൾ എനിക്കിവിടെ കാണിക്കാൻ പറ്റും ഇവിടെ പ്ലസ് ആണെന്നും മൈനസ് ആണെന്നും വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അവിടെ മൈനസ് പ്ലസ് എന്നും കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയി നമുക്ക് ആൾക്കാർക്ക് കൺവേ ചെയ്ത് കൊടുക്കാം സ്കീമാറ്റിക്. ഓക്കെ, വേറെ ഒരാൾ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് നമുക്ക് ഈ ഒരു ടൂൾ മാത്രം ഇവിടെ പരിചയപ്പെട്ടാൽ മതി. ബാക്കി നമുക്ക് പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ആകും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്കീമാറ്റിക് വരയ്ക്കുന്ന ഏരിയ. ഓക്കെ, ഈ നമ്മൾ സെക്കൻഡ് വീഡിയോയ്ക്ക് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ PCB വരയ്ക്കാമെന്നാണ്. അതായത് ഈ ഒരു സ്കീമാറ്റിക് നമ്മൾ PCBയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണാം. ഓക്കെ, ബൈ.